ഞാൻ രണ്ട് വാക്ക് പറയണമെന്നുള്ളത് അനിലിനോടും കരീമിനോടും കൺവീനറോടും പറയണേ. ഒന്നുമില്ല, എല്ലാവരും മലയോർക്കിന് 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നമ്മൾ ഈ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കും ഒക്കെ പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറയണത്, ഒന്ന് നാട്ടിക്ക് ആന ഇറങ്ങണം, നാട്ടിക്ക് പുലി ഇറങ്ങണം, നാട്ടിക്ക് പന്നി ഇറങ്ങണം, അതിനേക്കാൾ അപ്പുറം തെരുവ് പട്ടികളും. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തെരുവ് പട്ടികളുടെ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ അസംബ്ലിയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മന്ത്രിൻ്റെ മറുപടി എന്താ അറിയുക, അതിനെ പിടിച്ചിട്ട് അതിനെ വന്ധീകരണം നടത്തി എവിടെ നിന്നാണോ പിടിച്ചത് 5 ദിവസം കഴിഞ്ഞ് സെൽറ്ററിൽ നിന്ന് എവിടെയാണോ ഇവിടെ നിന്നാണോ പിടിച്ചത് ഇവിടെ കൊണ്ടുപോയിടുന്നതാണ്. അപ്പോൾ ഞാൻ മന്ത്രിനോട് തന്നെ, അതേ വന്ധീകരണം നടത്തിയ പെറൂലെന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സംശയം. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ബഷീർ അതിന് മലയാളം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അവനെ പ്രസവം നോക്കി മനസ്സിലായിക്കൊള്ളുന്നതാണ്. അവസാനം ഞാൻ മന്ത്രിനോട്, അത് തൊള്ളോണ്ടാണ് കടിക്കുക, അല്ല വന്ധീകരണം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതേമാതിരിയാണ് നമുക്കിതിനൊക്കെ ഒരു നിയമം ഉണ്ടാകണം. അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിങ്ങൾക്ക് മാത്രമല്ല, മലയോര മേഖലക്കൊക്കെ നമുക്ക് നാട്ടുകാർക്കൊക്കെ പ്രശ്നമാണ്. ഇവിടെ ചുങ്കത്തറ അങ്ങാടിക്ക്, ആമ്പാടത്ത്, എടക്കര അങ്ങാടിയിൽ ഒക്കെ ആന ഇറങ്ങുന്നില്ലേ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, അവനാനെ മക്കളെ ആക്രമിച്ചവന്ത അവനാൻ്റെ പരിക്കൊന്ന നിങ്ങളെ നേരിട്ടോടി, ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം. നിങ്ങളതിനെങ്ങനെ വില പറഞ്ഞില്ല. അങ്ങനെ നിയമം പറഞ്ഞിട്ടൊന്നും നടക്കൂല. ആര് വിചാരിച്ചാൽ നടക്കുക? ഞാൻ ചോദിക്കട്ടെ, അവനാൻ്റെ കുട്ടിയെ നായിയാണ് കടിച്ചിട്ട് ആ നായിനാണ് തച്ചു കൊന്നില്ലെങ്കിൽ അതിന് വേപ്പുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാം. നമ്മൾ നിയമ കാര്യങ്ങളൊക്കെ നടക്കണില്ല. അതുപോലെ തന്നെയാണ് ഈ ഫോറസ്റ്റിലെ പ്രശ്നങ്ങളും. ഇപ്പോൾ ആരെങ്കിലും ഒരു കൂന് പറിച്ചാൻ പോയി, ഇപ്പം ഇന്നാൾ കൂന് പറിച്ചാൻ പോയപ്പോൾ എന്തായി, പിന്നെ കരിയപുരത്ത് കരടി പോലെ പിടിച്ചു. സംഗതി ഇപ്പോൾ ഒരു ഫോറസ്റ്റ് കയറിയത് അപകടം. പിന്നെ അതിൻ്റെ മഹസർ ആ കരടി 4 ആൾ പോയി, 3 ആൾ രക്ഷപ്പെട്ട്, ഒരുത്ത മരത്തമ്മ കയറി ഓൻ്റെ കാലുമ അത് കരടി കടിച്ച് അത് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾക്കാർ രക്ഷപ്പെടുത്തി. പിന്നെ ഫോറസ്റ്റുകാർ കൊണ്ടുപോവുകയാണ് ഓൻ അതിൻ്റെ മഹസർ ചെയ്താൽ മതി എവിടേക്ക്, ആ കാട്ടിൽ തന്നെ. ഞാൻ രാവിലെ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകണ്ടോ പറഞ്ഞു. അത് നമുക്ക് നോക്കാം സാർ. പോയപ്പോൾ ഫോറസ്റ്റുകാരെ മേലെ കരടി അടിച്ചാടി. എനിക്ക് സമാധാനമായി. കാരണം എന്താ വെച്ചാൽ, കാരണം ഓരോന്ന് പഠിച്ചോണ്ട് ഈ വേദനയും ബുദ്ധിമുട്ടും എല്ലാവരും അറിയണം. കൺവീനർ ഇതിലൊന്നൊരു വിഷയമല്ല. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നാട്ടുകാരെ വികാരം നിങ്ങൾ നേതാക്കന്മാരെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ അത് പച്ചയായിട്ട് പറയണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അല്ല എന്താ അറിയോ, ഇത് അവിടെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ വനനിയമം എന്താ, അത് തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളൂ. നമ്മൾ പെരിയുന്നൊരു തേനുണ്ടാക്കി, ആ തേന് നിങ്ങൾ നൻപൂർ അങ്ങാടിക്ക് അല്ലെങ്കിൽ മഞ്ചേരി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇടവണ്ണ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പോയാൽ ഏതെങ്കിലും ഒരു ബീറ്റ് ഫോറസ്റ്റോ ഒരു ഗാർഡോ കണ്ടാൽ ഓന് തോന്നുകയാണ് അത് വനത്തുനിന്നാണ് ശേഖരിച്ചതാണ്, ഓൻ്റെ പേരിൽ കേസെടുത്തിട്ട് ഒരു ജാമ്യമില്ലാതെ ഓനെ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് എവിടേക്കാണ് ഇതിൻ്റെ പോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ഈ നിയമത്തിന് ഒരുപാട് അപാകതയുണ്ട്. പിന്നെ അഥവാ നമ്മളൊന്ന് പോയ ആരുതാ, അത് പടച്ചോണ്ടാ, അത് പിന്നെ ഇപ്പോൾ ഫോറസ്റ്റുകാരാ. ഇവിടെ ചാലിയാറിന് മീൻ പിടിച്ചാൽ ഫോറസ്റ്റുകാരന് കേസ് എടുക്കുക. ഏതൊരിക്കലും നിയമമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? അപ്പം നമുക്ക് ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറണമെങ്കിലോ നിങ്ങളൊന്ന് ഉഷാറാകണം. ഐക്യ ജനാധിപത്യത്തിന് ആര്യാടൻ സാറേ 34 കൊല്ലം ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. 8 കൊല്ലം നമുക്ക് ഈ നിയോജക മണ്ഡലം നഷ്ടപ്പെട്ടു. ഐക്യ ജനാധിപത്യത്തിന് നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിങ്ങനെ കൈയടിച്ചിട്ട് കാര്യമില്ല. ആ പോളിംഗ് ബൂത്ത് പോയി കാണും വോട്ട് ചെയ്യും വേണം. ആ നേരത്തെ ഇങ്ങനെ ഉടഞ്ഞിരിഞ്ഞാൽ പറ്റൂല. ആ നേരത്തെ ഉടഞ്ഞിരുന്നാൽ മതി. എനിക്കറിയാലോ എല്ലാവരും സ്വഭാവം. ഒപ്പം നടന്നു കാണാണ്ട് വലിയ വെക്കും. പിന്നെ എങ്ങനെ നടക്കുക? ഇതിനേക്കാൾ വലിയ ഇലക്ഷൻ നടന്നില്ലല്ലോ. ഇവിടെ ഭയങ്കര ശക്തമായ മത്സരം നടന്നില്ലേ. ഇവിടെ കോൺഗ്രസും ലീഗും ഒറ്റക്ക് നിന്നാട് മത്സരിച്ച് ആര്യാട് സാർ അപ്പുറത്ത് നിന്നപ്പോണ്ടായിരുന്നു. അന്നൊരു വോട്ടിന് കണക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ ശക്തമായ മത്സരം വന്നപ്പോണ്ടായിരുന്നു. എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും കേരള കോൺഗ്രസോടും ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോകുന്ന സത്തുന്ന എതിരാളി നേരിടാൻ എല്ലാവരും കൂടെ നഷ്ടപ്പെട്ട നിലമ്പൂരിൻ്റെ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഈ മലയോര മേഖല ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി. ജയ്.